അർദ്ധരാത്രിയിൽ വയലും കൊണ്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ എസ്എച്ച്ഒക്ക് ഒരു പരാതി കൂടെ നൽകുന്നുണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ഉപദേശ സമിതിയുടെ അവിടെ ഇരിക്കുന്നവരടുത്ത് നമുക്കിതൊന്നും അറിയാൻ പറ്റില്ല. ഇവിടെ കിടന്ന കഷ്ടങ്ങൾ എടുത്തു മാറ്റില്ല. ഇതില് 2 കഷ്ണങ്ങൾ താഴെ കിടന്നായിരുന്നു. അതിപ്പോ എടുത്തു വെച്ചതാണ്. ഉത്സവം നടന്ന സമയത്ത് ഇതൊരു ആചാര ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനൊരു ശക്തമായ നടപടിയുണ്ടായി. നാളെ ഈ സാമൂഹ്യ വിരുദ്ധ ഇവിടെ ശിവേലി നടക്കുന്ന സമയത്ത് ഇതുപോലെ വന്നിട്ട് അടിച്ചിട്ട് ഇതുപോലെ പോയി കഴിഞ്ഞാൽ അവർ സാമൂഹ്യ വിരുദ്ധരാണെന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ ഇത് ശക്തമായ ഒരു ഇതെല്ലാം പുട്ടി ഇവിടെ കിടന്നത്. സാന്നിധ്യം വന്ന് ഉത്സവം നടത്തി ലക്ഷങ്ങൾ പിരിച്ചാൽ മാത്രമേ ക്ഷേത്രം സംരക്ഷിക്കാനും പറഞ്ഞു. നിങ്ങളിപ്പോ തന്ത്രി പറഞ്ഞത് ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന് പോലീസ് വന്ന് ഇന്നലെ രാത്രി പരാതി എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ? അവരുടെ സ്റ്റേഷനിൽ ഇപ്പോൾ വിളിച്ച ആളെ തിരിച്ച് വേണമെങ്കിൽ വിളിച്ചത് സ്റ്റേഷനിൽ പോലീസാണ് എന്നെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത് വേണം. ഇതിനകത്ത് ഇങ്ങനെ ഒരു ഇതിപ്പോ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരുന്നവരാണ്. ഈ ക്ഷേത്രത്തില് ഉയർച്ച ഉണ്ടാവണം. ഒരു നാടിന്റെ ഉയർച്ച എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിയാണ്. ക്ഷേത്രത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് ഒരു ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിക്കുന്ന സമയത്ത് അതിന് നടപടി ഉണ്ടായില്ലെങ്കിൽ നാളെ ഇതേ ഒരു സാഹചര്യം ശ്രീകോവിലിനുള്ളിൽ കയറി ചെയ്താലും ഇതേ ഒരു സാഹചര്യം ശക്തമായ നടപടി ഇതിനകത്ത് ഉണ്ടാവണം. ഉണ്ടായി ഞങ്ങളുടെ സംഘടനയുടെ ഭാഗത്ത് എല്ലാ ഹൈന്ദവ സംഘടനയുണ്ട്. ഞങ്ങൾ പരാതി കൊടുക്കുകയാണ്. ഞങ്ങൾ എസ്എച്ച്ഒ കാണുകയാണ്. ഞങ്ങൾ എസ്എച്ച്ഒ കണ്ട് പരാതി. ഷാർക്കരയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്തിൽ ആചാരപ്രകാരം സ്ഥാപിച്ചിട്ടുള്ള കൽവിളക്കുകൾ തകർന്നു. ഭക്തർ ആശങ്കയിൽ. 6ാം ദിവസം ഉത്സവം കഴിഞ്ഞ അർദ്ധരാത്രി 12:30-നും 1 മണിക്കുമിടയിലാണ് സംഭവം. ലഹരി ഉപയോഗിച്ചെത്തിയവർ 2 ചേരിയിലായി തിരിഞ്ഞ് പരസ്പരം അടിയുണ്ടാക്കുന്നതിനിടയിലാണ് ആചാരപ്രകാരം വടക്കേനടയിൽ ശ്രീകോവിലിന് അഭിമുഖമായി സ്ഥാപിച്ചിട്ടുള്ള കൽവിളക്കുകൾ അടിച്ചു തകർത്തത്. സംഭവം അറിഞ്ഞെത്തിയ ഹിന്ദു ഐക്യവേദി പ്രവർത്തകരും ശബരിമല അയ്യപ്പ സേവാ സമാജം പ്രവർത്തകരും സ്ഥലവാസികളോടും ദേവസ്വം ജീവനക്കാരും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ഹിന്ദു സംഘടനകളുടെ ആശങ്കയും പ്രതിഷേധവും ദേവസ്വം ബോർഡ് എയെയും ചിറയൻകീഴ് പോലീസിനെയും അറിയിക്കുകയും ചെയ്തു. പോലീസിൽ ഹിന്ദു ഐക്യവേദിയുടെ പേരിൽ പരാതി നൽകി കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ക്ഷേത്രോപദേശക സമിതിയും ദേവസ്വം ബോർഡ് ജീവനക്കാരും കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായി ഭക്തർ പരാതിപ്പെടുന്നു. പോലീസ് വന്ന് എഫ്ഐആർ ഇടുന്നതിന് മുൻപ് തന്നെ തകർക്കപ്പെട്ട കൽവിളക്കുകളുടെ തട്ടുകൾ പുനഃസ്ഥാപിച്ചത് ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് ഉപദേശക സമിതി അവകാശപ്പെടുന്നത്. ആചാര ലംഘനമാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി വഴയല ഉണ്ണിയും താലൂക്ക് പ്രസിഡന്റ് കായ്ക്കൽ അശോകനും പ്രതികരിച്ചു. സംഭവത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി വഴയല ഉണ്ണിയും ശബരിമല അയ്യപ്പ സേവാ സമാജം ജനറൽ സെക്രട്ടറി ജയപാലൻ ജിക്കെയും അറിയിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവീക്ഷേത്രമാണ്. മീനഭരണി മഹോത്സവം ആഘോഷിക്കുകയാണ്. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന ആ മീനഭരണി ഉത്സവം ആഘോഷിക്കുന്ന ഈ സമയത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി സാമൂഹ്യ വിരുദ്ധരുടെ നേതൃത്വത്തിൽ ലഹരിക്ക് അടിമയായ ചില വ്യക്തികളുടെ നേതൃത്വത്തിൽ ഇവിടെ വലിയൊരു സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ഈ കൽവിളക്കുകൾ തകർത്തുകൊണ്ടാണ് ഇവിടെ ഇന്നലെ ഈ സാമൂഹ്യ വിരുദ്ധരുടെ നേതൃത്വത്തിൽ ഈ ക്ഷേത്രത്തിൽ നടന്ന അരാജകത്വമാണ് അതിനകത്തുള്ള ഉണ്ടായത്. നമുക്കറിയാം, ആചാര ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിൽ വരുന്ന ഒരു ക്ഷേത്രമാണ്. ഇന്ന് ഈ സാമൂഹ്യ വിരുദ്ധരെ ലഹരിക്ക് അടിമയായവൻ ഇന്ന് സാമൂഹ്യ വിരുദ്ധൻ ഈ ക്ഷേത്രത്തിന്റെ കൽവിളക്കുകൾ തകർക്കാൻ ശ്രമിച്ചെങ്കിൽ നാളെ ഇവൻ ഈ ക്ഷേത്രത്തിനുള്ളിൽ കയറി ഇവിടുത്തെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹം പോലും തകർക്കാൻ തയ്യാറാവുന്ന സമയത്ത് അവിടെയും ഇത് സാമൂഹ്യ വിരുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം നടക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഹിന്ദുവിന്റെ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിവിടെ നിയമപരമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രം
ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഈ കൽവിളക്കെന്ന് പറയുന്നത്. ആ കൽവിളക്കുകളാണ് ഇവിടെ തകർക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നിയമപരമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമപരമായിട്ട് ഈ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ഇവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് അറിയാൻ സാധിച്ചത്, എനിക്ക് തോന്നുന്നു ഇവരെയൊക്കെ ഭയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നടന്നത് ആരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇരുട്ടിന്റെ പറവിൽ ഈ ക്ഷേത്ര ഉത്സവം നടക്കുന്ന സമയത്ത് ഇവിടെ ഇത് തകർക്കപ്പെട്ടുവെങ്കിൽ ഇവിടുത്തെ കണ്ടവര് കണ്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ ഈ സാമൂഹ്യ വിരുദ്ധരെ ഭയമാണ് അവരുടെ ഉള്ളിലുള്ളത്. ആ ഭയം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ വിശ്വാസങ്ങളുടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വിശ്വാസികൾക്ക് പറയാനുള്ളത്. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചിറയൻകീഴ് SHO നേരിട്ട് കണ്ട് നമ്മളൊരു പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലെ ആചാരത്തിന്റെ ഭാഗമായുള്ള ഈ കൽവിളക്കുകൾ തകർത്തുകൊണ്ട് സാമൂഹിക വിരുദ്ധരുടെ നേതൃത്വത്തിൽ നടന്ന ഈ അക്രമത്തിനെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ ഉണ്ടായിക്കൊണ്ട് ഇതിന് നേതൃത്വം നൽകിയവരെ ജയിലിൽ അടയ്ക്കണമെന്നാണ് ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ ആവശ്യപ്പെടുന്നത്. ഈ സ്ഥലം നമ്മുടെ ക്ഷേത്രത്തിന്റെ ഭാഗമായി ഇന്ന് ഉദ്യോഗസ്ഥരെ നമ്മൾ നേരിൽ കാണുന്നുണ്ട്. ഇതൊരു ആചാര ലംഘനമാണ്. ഓരോ ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. ഇത് ആരും കണ്ടില്ല എന്നാണ് പറയുന്നത്. ഇത് ആരും കണ്ടില്ല എന്ന് പറയുമ്പോൾ നാളെ ഈ ശ്രീകോവിലിനുള്ളിൽ കയറി ഈ സാമൂഹ്യ വിരുദ്ധൻ ഈ വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇതൊരു സൂചനയാണ്. ഈ ഒരു സൂചന നമ്മുടെ ഹിന്ദു സമൂഹം തിരിച്ചറിയണമെന്നാണ് ഹിന്ദു സംഘടനകൾക്ക് പറയാനുള്ളത്.